സോളാർ പാനലിൻ്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും ഇന്ത്യയിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൂം സോളാർ കമ്പനി ഇപ്രാവശ്യം നമുക്ക് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അയച്ചു തന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ബാറ്ററിയാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നമ്മൾ സാധാരണ വണ്ടിയിലും ഇൻവെർട്ടറിലും ഒക്കെ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററികളുമായിട്ട് ഇതിനെന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതുമൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ഇപ്പോൾ നമ്മളിതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വളരെ നന്നായി പാക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ ബാറ്ററി കമ്പനി അയച്ചിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാം, ഇതിൽ നന്നായി ഈ പോളിത്തീൻ കവറൊക്കെ ചുറ്റിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണം ഇത് ഷോർട്ടാകാനൊന്നും പാടില്ലാത്ത അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ്. സംഗതി ഇതിൻ്റെ വലിപ്പം ഇത്രയൊക്കെ ഉള്ളെങ്കിലും ഇതിൻ്റെ പെർഫോമൻസും പവറും ഭയങ്കരം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സേഫായിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെ വേണം ഇതുപോലെ അയക്കാൻ. നിങ്ങൾക്കിവിടെ കാണാം, ഇത്രയും പ്ലാസ്റ്റിക് ഇതിനകത്തുണ്ടായിരുന്നതാണ്. ഇപ്പോൾ എന്തായാലും ബാറ്ററി നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സോളാർ സിസ്റ്റങ്ങളിലും അതുപോലെ ബിൽറ്റ് ഇൻ ബാറ്ററികൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിലും UPS ഒക്കെ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി ബാറ്ററിയായ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ലൂം സോളാർ കമ്പനി നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇത് വലിപ്പത്തിലും ഭാരത്തിലും ഒക്കെ ചെറിയ ബാറ്ററി ആണെങ്കിലും നല്ല പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുന്നറിയിപ്പ് തന്നെയാണ് ഇതിന്റെ കണക്ഷൻ കൊടുക്കുന്ന ഭാഗത്ത് കമ്പനി എഴുതി വെച്ചിട്ടുള്ളത്. ഇത്തരം ബാറ്ററികൾ തീയിലേക്ക് ഇടരുതെന്നും അതുപോലെ ഇതിൽ ഉപയോഗിക്കേണ്ട ചാർജിങ് സിസ്റ്റം ഏതാണെന്നും ഉപയോഗിക്കുന്നതിന് മുമ്പ് ചാർജ് ചെയ്യണമെന്നും ഒക്കെയാണ് ഇതിന്റെ മുകളിലായിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഈ ബാറ്ററിയുടെ ആംബിയറും മറ്റു കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. 12 വോൾട്ട് 6Ah ആറ്റം 612 എന്ന മോഡലിലുള്ള ഈ ബാറ്ററിക്ക് കമ്പനി 24 മാസമാണ് വാറണ്ടി നൽകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ MRP വരുന്നത് 2500 രൂപയാണ്. സാധാരണ 12 വോൾട്ടിന്റെ 7Ah ബാറ്ററി നമുക്ക് 800-850 രൂപക്കൊക്കെ മാർക്കറ്റിൽ ലഭിക്കുമ്പോൾ ഇത്തരം ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിക്ക് 2500 രൂപയൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഇതിൽ പെർഫോമൻസിലും മാറ്റമുണ്ട്. ലെഡ് ആസിഡ് ബാറ്ററി അപേക്ഷിച്ച് ഇതിലേക്ക് നമുക്ക് ഹൈ ആംബിയറിൽ ചാർജ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഫുൾ ചാർജ് ആക്കി എടുക്കാം. അതുപോലെ തന്നെ ഹൈ ആംബിയർ ലോഡ് എടുക്കുന്ന ഉപകരണങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്നതിനും സാധ്യമാണ്. ഇത്തരം ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിന് BMS നിർബന്ധമാണ്. സാധാരണ ലെഡ് ആസിഡ് ബാറ്ററികളിലേക്ക് കണക്ട് ചെയ്യുന്നത് പോലെ ചാർജർ നേരിട്ട് കണക്ട് ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ല എന്ന് മാത്രമല്ല പെർഫോമൻസും വളരെ കുറവായിരിക്കും. ഇതിപ്പോൾ 12 വോൾട്ട് 6Ah ഒരു ബാറ്ററിയാണ്. നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന 12 വോൾട്ട് 7Ah ലെഡ് ആസിഡ് ബാറ്ററിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രമാണ് ഇത് വലുപ്പമുള്ളത്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഭാരവും. ലെഡ് ആസിഡ് ബാറ്ററികളെ അപേക്ഷിച്ച് അതിൻ്റെ 4/1 മാത്രമാണ് ഇതിന് ഭാരമുള്ളത്. ഈ ഭാരക്കുറവും സാധാരണ ലെഡ് ആസിഡ് ബാറ്ററികളെ പോലെ വെള്ളം ഒഴിക്കേണ്ട എന്നുള്ളതും കൊണ്ട് നമുക്ക് ഇത് കേസിനകത്ത് ബിൽറ്റ് ഇൻ ബാറ്ററികൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിലും UPS ഒക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇത്തരം ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പേസും ലാഭിക്കാൻ പറ്റും. പുതിയ ടെക്നോളജിയിൽ ഇറങ്ങുന്ന ഇൻവെർട്ടറുകളിലും വാഹനങ്ങളിലും എല്ലാം ഇത്തരം ബാറ്ററികളാണ് വ്യാപകമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെ ചാർജ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ സാധാരണ ഇൻവെർട്ടറിലും സോളാറിൽ നിന്നുമൊക്കെയുള്ള സാധാരണ രീതിയിലുള്ള ചാർജിങ് സിസ്റ്റം ഇതിന് പറ്റില്ല. ഇതിന് കോൺസ്റ്റന്റ് കറണ്ട്, കോൺസ്റ്റന്റ് വോൾട്ടേജ് ചാർജിങ് ആണ് ആവശ്യമായിട്ടുള്ളത്. അത് ഇതിൻ്റെ മുകളിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ബാറ്ററിയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഏതൊരു ചാർജിങ് സിസ്റ്റത്തിൽ നിന്ന് ഇത്തരം ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററികൾ ചാർജ് ചെയ്യുമ്പോഴും CCCV അതായത് കോൺസ്റ്റന്റ് കറണ്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ് ടെക്നോളജിയിലുള്ള ചാർജിങ് സംവിധാനം മാത്രം ഉപയോഗിച്ചിട്ട് ഇത്തരം ബാറ്ററികൾ ചാർജ് ചെയ്യണം. ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ ഇത് ചാർജ് കൺട്രോളറിൽ ബാറ്ററി കണക്ട് ചെയ്യേണ്ട ഭാഗത്ത് പോസിറ്റീവും നെഗറ്റീവും നോക്കിയിട്ട് ഈ ബാറ്ററി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മൾ സാധാരണ ചാർജ് കൺട്രോളറിൽ നിന്ന് എടുക്കുന്ന പോലെ തന്നെയാണ്. നമുക്ക് ഇതിൽ നേരിട്ട് DC ലോഡുകളാണ് കൊടുക്കാൻ കഴിയുക. നമുക്ക് AC ഉപകരണങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ ഇൻവെർട്ടർ ഉപയോഗിക്കണം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ DC ഔട്ട്പുട്ടിലേക്ക് നേരത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സോളാർ ചാർജ് കൺട്രോളർ ഉപയോഗിച്ചിട്ട് എങ്ങനെ DC ലോഡുകൾ പ്രവർത്തിപ്പിക്കാം എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. ഇതുപോലെ നിങ്ങൾക്ക് DC ബൾബുകളും അല്ലെങ്കിൽ DC LED ബൾബ്, DC ഫാനുകൾ എന്നിവയെല്ലാം ഈ ചാർജ് കൺട്രോളറിൽ നിന്ന് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചത് 12 വോൾട്ട് 6Ah ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. ഇതിൻ്റെ പല ആംബിയറിലുള്ളതും ഇവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മളിവിടെ കാണിച്ച 12 വോൾട്ട് 6Ah ബാറ്ററിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവരുടെ വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള സോളാർ ചാർജ് കൺട്രോളറും നമുക്കിവിടെ ലഭ്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ ആംബിയറിനനുസരിച്ചുള്ള BMS ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബാറ്ററികൾ ഫുൾ ചാർജ് ചെയ്യാം. നമുക്ക് ഇവർ അയച്ചു തന്നിട്ടുള്ള ബാറ്ററിയിലെ ചാർജിങ് സിസ്റ്റം അനുസരിച്ച് ഫുൾ ചാർജ് ആകാൻ 2 മുതൽ 4 മണിക്കൂർ വരെ ആവശ്യമാണെന്നാണ് ഇതിൽ പറയുന്നത്.
അപ്പോൾ ഇത്തരം ബാറ്ററികൾ ഉപയോഗിക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ മെച്ചവും ഇത് തന്നെയാണ്. നമുക്ക് വളരെ കുറച്ച് സമയം മാത്രം കറണ്ട് കിട്ടുകയോ അല്ലെങ്കിൽ സോളാറിൽ നിന്ന് പവർ കിട്ടുകയോ ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ ഉപയോഗങ്ങളും നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമ്മൾ ലോഡ് ഉപയോഗിക്കുന്നതും ഹെവി ആംബിയർ ഇത്തരം ബാറ്ററികൾ സപ്പോർട്ട് ചെയ്യും. ഇതിനു പകരം ലെഡ് ആസിഡ് ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറഞ്ഞ ആംബിയറിൽ കുറേ നേരം ചാർജ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബാറ്ററി ഫുള്ളാക്കാൻ സാധിക്കുക. അല്ലാതെ പെട്ടെന്ന് ചാർജ് ചെയ്താൽ അത് ബാറ്ററി കേടാവും. ലെഡ് ആസിഡ് ബാറ്ററികളിൽ ഹെവി ലോഡ് ഉപയോഗിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. എന്നാൽ ഇത്തരം ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററികളിൽ ഹെവി ആംബിയറിലുള്ള ചാർജിങ്ങും ഹെവി ആംബിയറിലുള്ള ഡിസ്ചാർജിങ്ങും ഇത് സപ്പോർട്ട് ചെയ്യും. ലെഡ് ആസിഡ് ബാറ്ററികളെക്കാൾ ഇരട്ടിയിലധികം ഇതിന് വില വരുന്നുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാനുള്ള സൗകര്യവും കൂടുതൽ കാലം ഈട് നിൽക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇത്തരം ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് ചാർജ് കൺട്രോളറുകളും ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ലൂം സോളാർ കമ്പനി അയച്ചു തന്നിട്ടുള്ളത് അവരുടെ ശേഖരത്തിലുള്ള ഏറ്റവും ചെറിയ ബാറ്ററി മാത്രമാണ്. ഇതിൻ്റെ പല വലിപ്പത്തിലും പല ആംബിയറിലുമുള്ള ബാറ്ററികളുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കാണാവുന്നതാണ്. ഇവയുടെ ഓരോന്നിൻ്റെയും വിലയും മറ്റു ഡീറ്റെയിൽസും എല്ലാം അറിയുന്നതിനും ഇത്തരം സോളാർ ഉൽപ്പന്നങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങുന്നതിനുമൊക്കെ ഇവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളുടെയും ഇവരുടെ വെബ്സൈറ്റിൻ്റെയും ലിങ്ക് കൂടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ മറ്റേതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഉപകരണമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വീഡിയോ ചെയ്യാം. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്